والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഞാനുള്ളവരെ നമ്മുടെ MEP-യുടെ ഫിഖ്ഹ് സ്റ്റഡീസിൽ ഇന്ന് 6ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കണം. നമസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഫിഖ്ഹ് സ്റ്റഡീസിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ച എന്ന നിലക്ക് പ്രാരംഭ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, നിരവധി പ്രാരംഭ പ്രാർത്ഥനകൾ അഥവാ ദുആഉൽ ഇസ്തിഫ്താഹ്, നമസ്കാരം ആരംഭിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളെ കുറിച്ചാണ് ദുആഉൽ ഇസ്തിഫ്താഹ് എന്ന് പറയാറുള്ളത്. അഥവാ ആരംഭ പ്രാർത്ഥന, പ്രാരംഭ പ്രാർത്ഥന, ആമുഖ പ്രാർത്ഥന എന്നൊക്കെ അതിനർത്ഥം പറയാം. നമ്മുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബിയദു മിനദ് ദനസ് അല്ലാഹുമ്മ ഇഗ്സിൽനി ബിൽ മാഇ വസ്സൽജി വൽ ബർദ്. ആ പ്രാർത്ഥന നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒന്ന് ചൊല്ലിയാൽ നമുക്ക് ആരംഭിക്കാം. ആ പ്രാർത്ഥന ഒന്ന് ആരെങ്കിലും ചൊല്ലുകയാണെങ്കിലും. ആരാ ചൊല്ല? നല്ല ഉഷാറായിട്ട് നല്ല ശബ്ദത്തില് കാണാതെ ചൊല്ലിക്കോളൂ. അസ്സലാമു അലൈക്കും. അലൈഹിസ് സലാം. اللهم باعد بيني وبين خطايا كما باعدت بين المشرق والمغرب. اللهم نقني من الخطايا كما ينقى الثوب الأبيض من الدنس. اللهم اغسلني من خطاياي بالماء والثلج والبرد. മാഷാ അല്ലാഹ്, വെരി ഗുഡ്. ആരായിരുന്നു അത്? പേരൊന്ന് പറയാവോ? സൈനുദ്ദീൻ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ് ഖൈർ. ഇനി ആരെങ്കിലും ഉണ്ടോ? സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ആരാണ്? اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب. اللهم نقني من خطاياي كما ينقى الثوب الأبيض من الدنس. اللهم اغسلني من خطاياي بالماء والثلج والبرد. മാഷാ അല്ലാഹ്. ആരായിരുന്നു അത്? بس തസ്ലീന, ജസാക്കല്ലാഹ് ഖൈർ. ശരി, നമുക്ക് നമ്മൾ വേറൊരു പ്രാർത്ഥന കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അർത്ഥം എല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. മശ്രിഖ് മഗ്രിബ് എപ്രകാരം അകറ്റിയോ അതുപോലെ നീ പാപങ്ങളെയും എന്നെയും അകറ്റുക. അല്ലാഹുമ്മ ഗ്സിൽനി ബിൽ മാഇ വസ്സൽജി വൽ ബർദ്. അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായ വൽ അബയദ് മിൻ അദ്ദനസ്. എന്നെ തിന്മകളിൽ നിന്ന് വെള്ള വസ്ത്രം ശുദ്ധിയാക്കുന്നത് പോലെ എന്നെ നീ കഴുകിയണമേ. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായ ബിൽ മാഇ വസ്സൽജി വൽ ബർദ്. ജലം കൊണ്ടും മഞ്ഞുകൊണ്ടും ആലിപ്പഴം കൊണ്ടും ഒക്കെ എന്നെ നീ കഴുകി വൃത്തിയാക്കണേ എന്നതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലെ? ഈ നമ്മള് രണ്ടാമത്തെ ഒരു പ്രാർത്ഥന കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? തുടങ്ങിയത് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും. രണ്ടാമത്തെ എന്തായിരുന്നു? നമുക്കൊക്കെ സുപരിചിതമായ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഐച്ഛിക നമസ്കാരത്തിലും നമസ്കാരങ്ങളിലും ഒക്കെ നബി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ അല്ലാഹുമ്മ ബഅദ് ബൈനി നബി കാര്യമായിട്ട് നിർബന്ധ നമസ്കാരങ്ങളാണ് പ്രാർത്ഥിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ്. ആരാണോന്ന് ഒന്നത് ചൊല്ലുക? പുസ്തകത്തിലുണ്ട്, നോക്കി ചൊല്ലിയാലും മതി. 92, നിങ്ങളിൽ 92 ആയിരിക്കും പേജ്. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. പിന്നെ എല്ലാം വേണം. അല്ലാഹു لا إله إلا أنت سبحانك وبحمدك أنت ربي وأنا عبدك ظلمت نفسي
ظلمت نفسي و... واعترفت بذنبي و... واعترفت واعترفت بذنبي فاغفر لي ذنبي جميعا إنه لا يغفر الذنوب إلا أنت واهدني أحسن لأحسن الهلاك لا أخلاق أخلاق لا يهدي يا حسنها لأحسنها إلا أنت واصرف عني سيدها لا يصرف سيئها سيئها لا يصرف عني سيئها سيئها إلا أنت سعديك لديك وسعديك لبيك وسعديك لبيك وسعديك والخير كله في يديك والشر ليس إليك والمهدي من هديت أنا بك وإليك لا منجا ولا ملجا منك إلا إليك تباركت وتعاليت أستغفرك وأتوب إليك. മാഷാ അല്ലാഹ് ജസാക്കല്ലാഹ് ഖൈർ. നമുക്ക് പിന്നെ ഇതിന്റെ അർത്ഥം അറിയാം അല്ലെ? വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ. വജ്ജഹത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം തിരിച്ചത്. ഫത്തറസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സംവിധാനിച്ച സൃഷ്ടിച്ച നാഥനിലേക്കാണ്. ഹനീഫൻ മുസ്ലിമൻ, മുസ്ലിമായി ഋജുമാനസനായി ഹനീഫിയത്തിലായി. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനായിക്കൊണ്ടുള്ള. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യ, എന്റെ ജീവിതം, എന്റെ മരണം, അതുപോലെ തന്നെ എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മം, ഇതെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനുള്ളതാണ്, ലോകരക്ഷിതാവായ അള്ളാഹു. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല. വബിദാലിക ഉമിർതു, അങ്ങനെ ജീവിക്കാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ്. അല്ലാഹുമ്മ അൻതൽ മലികു ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹുവേ നീയാണ് രാജാധിപതി, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. സുബ്ഹാനക വബിഹംദിക, നിനക്കാണ് സ്തുതി, നിനക്കാണ് സ്തോത്രം. അൻത റബ്ബി വഅന അബ്ദുക, നീ എന്റെ രക്ഷിതാവ്, ഞാൻ നിന്റെ അടിമ. വലംതു നഫ്സി, എന്നോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. വഅതറഫ്തു ബിദംബി, എന്റെ കുറ്റം ഞാൻ തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു. ഫഗ്ഫിർ ലി ദംബി ജമീഅ, എന്റെ എല്ലാ കുറ്റങ്ങളും പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണം. ഇന്നഹു, കാരണം എന്താണെന്നറിയോ? ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത, നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ വേറെ എനിക്കൊരാളില്ല. വഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല മനോഹരമായ സ്വഭാവ വൈശിഷ്ട്യങ്ങളിലേക്ക് നീ എന്നെ മാർഗം കാണിക്കൂ. ലാ യഹ്ദി ലി അഹ്സനിഹ ഇല്ല അൻത, നീ അല്ലാതെ ഒരു സൽസ്വഭാവത്തിലേക്ക് വഴി നടത്തുന്നവൻ എനിക്കില്ല. വസ്രിഫി അന്നി സയ്യിഅഹ, എന്റെ തിന്മകളൊക്കെ എന്നിൽ നിന്ന് നീക്കണം. ലാ യസ്രിഫു അന്നി സയ്യിഅഹ ഇല്ല അൻത, എന്റെ സ്വഭാവത്തിലെയും ജീവിതത്തിലെയും തിന്മകൾ മായ്ക്കാൻ തിരുത്താൻ നീയല്ലാതെ വേറെ ഒരാൾ എനിക്കില്ല. ലബ്ബൈക വസഅദൈക, നിനക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു, നിന്റെ കൽപ്പനകളിൽ ഞാനിതാ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അതുപോലെ തന്നെ വൽ ഖൈറു കുല്ലുഹു ഫി യദൈക, നന്മകളെല്ലാം നിന്റെ കയ്യിലൂടെയാണ് സംഭവിക്കുന്നത്. വശറു ലൈസ ഇലൈക, തിന്മയുടെ പാപം നിനക്കല്ല, അതിന്റെ പഴിയും നിനക്കല്ല. വൽ മഹ്ദിയു മൻ ഹദൈത, നീയാണ് നേർമാർഗം കാണിക്കുന്നവൻ, നീ നേർമാർഗം കാണിച്ചവൻ സന്മാർഗിയാണ്. അനബിക വ ഇലൈക, ഞാൻ നിന്നിൽ നിന്നാണ്, നിന്നിലേക്ക് തന്നെ മടങ്ങുന്നവനുമാണ്. ലാ മൻജ വല മൽജ മിൻക ഇല്ല ഇലൈക, നിന്നിലേക്കല്ലാതെ ഒരു അഭയമില്ല, നിന്നിൽ നിന്നല്ലാതെ ഒരു രക്ഷാസ്ഥാനവുമില്ല. തബാറക്ത വ തആലൈത, നീയാണ് ഉന്നതൻ, ഉയർന്നവൻ, അനുപൂർവ. അസ്തഗ്ഫിറുക, നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു. വഅതൂബു ഇലൈക, നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യും. ഇതാണ് മനോഹരമായ ഒരു പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിലെ നമ്മളെ മുന്നിലേക്ക് തിരിച്ചു വെച്ചിട്ട്, അള്ളാഹുവിന്റെ മുഖത്തിലേക്ക് തിരിച്ചു വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ സ്വഭാവപരവും ആരാധനാപരവും ധാർമ്മികപരവും നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസവും തവക്കുലും
അതുപോലെ തന്നെ അമലു സാലിഹും എല്ലാം ശരിയാകാനുള്ള ഒരു ഉള്ളടക്കമാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന. നമ്മുടെ ഖദറിനെ കുറിച്ചുള്ള വിശ്വാസം, ഈമാൻ കാര്യത്തിലുള്ള വിശ്വാസം എല്ലാം ഉൾപ്പെടുന്ന മനോഹരമായ പ്രാർത്ഥനയാണ്. ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറയാനുള്ളതല്ല, അർത്ഥമറിയാതെ ഉരുവിടാനുള്ളതല്ല ഇസ്ലാമിലെ ഒരു പ്രാർത്ഥനയും ഒരു മന്ത്രവും ഒരു ദിക്റും. മറിച്ച് അതിൽ പൊരുളുണ്ട്, അതിൽ അകമുണ്ട്, അതിൽ കാതലുണ്ട്, കാമ്പുണ്ട്. അതറിഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്, അല്ലെ? ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇതിപ്പോ രണ്ടും വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പറയാതെ വിശദീകരിച്ച് തന്നെ അതിന്റെ അർത്ഥങ്ങളും ഒക്കെ പറഞ്ഞു പോയത്, അല്ലെ? ഇനി നമുക്ക് 3 മുതൽ 12 വരെ 12 പ്രാരംഭ പ്രാർത്ഥനകളാണ് ഈ കിതാബിൽ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ദുആഉൽ ഇസ്തിഫ്താഹ് നബിയിൽ നിന്നും സ്വഹീഹായി വന്നിട്ടുണ്ട്. 3 മുതൽ 12 വരെ നമ്മൾ ഒറ്റയടിക്ക് ചകച്ചക എന്ന് പറഞ്ഞിട്ട് ഇന്ന് തീർക്കാൻ പോവാണ്. അപ്പൊ എല്ലാരും പിടിച്ചിരിക്കണം, സ്പീഡ് പേടി ഉണ്ടെങ്കിൽ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പരീക്ഷ അടുത്ത് വരികയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്ക് പോകാൻ ഇനി സമയമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം. എല്ലാവരും ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുവാൻ തയ്യാറായി റെഡിയായി നിൽക്കുക. അതിന് നമുക്ക് സമയം കളയേണ്ടതില്ല. വായിക്കുവാനൊക്കെ റെഡിയായി നിൽക്കുക. പേജ് നമ്പറൊക്കെ സെറ്റാക്കി വെക്കുക എല്ലാവരും. ഇൻഷാ അല്ലാഹ് നമുക്ക്, ഞാൻ ഒറ്റക്ക് പറയല്ല, നിങ്ങളുടെ കൂടെ കൂടി നമുക്ക് ഒന്നിച്ച് അങ്ങനെ പറഞ്ഞു പോവാം. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് സൂചിപ്പിക്കാവുന്നതാണ്. 2 മിനിറ്റ് ഞാൻ നിങ്ങൾ എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ പേജൊക്കെ ഒന്ന് എടുത്ത് സെറ്റായി 94ാമത്തെ പേജ് ആയിരിക്കും. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്കത് കഴിഞ്ഞടുത്ത സംഭവമായിട്ട് മുന്നോട്ട് പോകാം. ഉണ്ടോ ആർക്കെങ്കിലും? ശരി, എന്നാ നമുക്ക് പോവാം, അല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താലും മതി കേട്ടോ ഉത്തരങ്ങൾ. മാഷാ അല്ലാഹ് 51 പേര് കയറിയിട്ടുണ്ട്. കയറാം എന്ന് പറയുകയും എന്നാൽ കയറാതിരിക്കുകയും ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അഡ്മിന്മാർ വന്ന് അവരൊന്നൊരു മിസ് കോൾ അടിക്കുക. ക്ലാസ് തുടങ്ങി എന്നുള്ളൊരു മെസ്സേജ് വാട്സപ്പിൽ കൊടുക്കുകയും ചെയ്യാം. ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഒരു റിമൈൻഡർ കൂടി ഇട്ടോളി. ആളുകളൊക്കെ തിരക്കിലും ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിക്കുക. 5 മിനിറ്റിനുള്ളിൽ എല്ലാവരും കയറട്ടെ. ശരി, നമുക്ക് പോവാം. റെഡിയല്ലേ? അല്ലേ? മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ്. അപ്പൊ 3ാമത്തെ കാര്യം എന്താണെന്ന് അറിയോ? 3ാമത്തെ പ്രാർത്ഥന ഇത് സ്ക്രീനിൽ കാണുന്നതല്ല. 3ാമത്തത് പറയുന്നത് നമ്മളിപ്പോ വജ്ജഹത്ത് പറഞ്ഞില്ലേ, അതില് അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക എന്ന് തുടങ്ങി അവസാനം വരെയുള്ള ഭാഗം ഒഴിവാക്കുക. അതായത് വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സ്സമാവാതി വൽ അർദി ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ അല്ലാഹുമ്മ അൻതൽ മലിക് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക വബിഹംദിക. ഇതന്നെ പ്രാർത്ഥിക്കുക. വജ്ജഹത്തു തന്നെ പ്രാർത്ഥിക്കുക. സുബ്ഹാനക വബിഹംദിക എന്നതിനു ശേഷം ഔദു മുതൽ അവസാനം വരെയുള്ള ഭാഗം ഒഴിവാക്കി അതിന് പകരമായി എന്ത് ചെയ്യുക? അല്ലാഹുമ്മ അൻതൽ മലിക് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക വബിഹംദിക എന്ന് പറയുന്ന പ്രാർത്ഥന ചെല്ലുന്നതാണ്. അപ്പൊ വജ്ജഹത്തുവിൽ തുടങ്ങി പകുതി വെച്ച് വഴിമാറി നമ്മൾ മറ്റൊരു പ്രാർത്ഥന അതിൽ ഉൾച്ചേർക്കണം. അല്ലാഹുമ്മ അൻതൽ മലിക് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക വബിഹംദിക. അതിവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ഓൾറെഡി. അങ്ങനെ പ്രാർത്ഥിക്കാം. അതായത് സുബ്ഹാനക വബിഹംദിക എന്നതുവരെ പ്രാർത്ഥിക്കുക. സ്വഹീഹായ പരമ്പരയോടുകൂടി ഇമാം നസായി ഉദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ. അതായത് അതിനുശേഷമുള്ള ഭാഗം ഒഴിവാക്കുക എന്നർത്ഥം. പിന്നെ 4ാമത്തേത് വരുന്നത് എന്താണെന്നറിയാം? 4ാമത്തേതായിട്ട് വരുന്നത് വാന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞില്ലേ, വജ്ജഹത്തുൽ തന്നെ ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ് എന്നതുവരെയും ശേഷം വാന അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖി വ അഹ്സനിൽ അഅമാലി
ലാ യഹ്ദി ലിഅഹ്സനിഹാ ഇല്ലാ അൻത വഖിനി സയ്യിഅൽ അഖ്ലാഖി വൽ അഅമാലി ലാ യഖി സയ്യിഅഹാ ഇല്ലാ അൻത. മറ്റേതിൽ വന്ന പിന്നെ വഹ്ദിനി ലിഅഹ്സനിൽ അഖ്ലാഖി ലാ യഹ്ദി ലിഅഹ്സനിഹാ ഇല്ലാ അൻത യുസ്രിഫ് അന്നി സയ്യിഅഹാ ലാ യുസ്രിഫ് അന്നി സയ്യിഅഹാ ഇല്ലാ അൻത എന്ന് പറയുന്ന ആശയം തന്നെയാണ് ഇതിലുള്ളത്. അള്ളാഹുവെ, ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്കും ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലേക്കും നീ എന്നെ നയിക്കണമേ. നീ അല്ലാതെ അവയിൽ ഏറ്റവും നല്ലതിലേക്ക് നയിക്കാൻ ആരുമില്ല. ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നീ എന്നെ അകറ്റണമേ. അത്തരം ചീത്തയിൽ നിന്നും അകറ്റാൻ നീ അല്ലാതെ ആരുമില്ല. വജ്ജഹത്തൂലുള്ള പ്രാർത്ഥന തന്നെയാണ്. അപ്പൊ ആ പ്രാർത്ഥന മറ്റൊരു രൂപത്തിലാണെന്ന് മാത്രം. അർത്ഥം തന്നെ ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് മാറ്റി നല്ല സ്വഭാവങ്ങളിലേക്ക് കൊണ്ടുവരണേ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പ്രാർത്ഥന തന്നെയാണ്, പക്ഷെ അതിന്റെ അറബി വാചക ഘടനയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മാത്രം എന്ന് വിചാരിക്കണം. ഒന്നാമത്തത് ഏതാണ്? വജ്ജഹത്തു മുതൽ സുബ്ഹാനക വബിഹംദിക എന്നതുവരെ ചെല്ലാം. ബാക്കി ഭാഗം ഒഴിവാക്കുക. അല്ലെ? ചില ആളുകൾ വാന അവ്വലുൽ മുസ്ലിമീൻ വരെ ചൊല്ലുന്നവരുണ്ട്. അതാണ് നേരത്തെ നമ്മളെ ഒരാൾ പറഞ്ഞിട്ട് അവസാനം അവിടെ നിർത്തട്ടെ ചോദിച്ച്. കുഴപ്പമില്ല, അവിടെ നിർത്തിയാലും അതിന് ഭാഗവും ഇവിടെ അതതിന്റെ ഇത് മുസ്ലിമാണ് വജ്ജഹത്തു വജ്ഹിയിലാണ് പറഞ്ഞത് അല്ലെ? മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു അതിന്റെ പിന്നെ സുബ്ഹാനക വബിഹംദിക എന്ന് പറയുന്ന ഭാഗം വരെ. നാലാമത്തെ നമ്മൾ പറഞ്ഞു അന അവ്വലുൽ മുസ്ലിമീൻ എന്നത് വരെയും. അതിനുശേഷം താഴെ അല്ലാഹുമ്മ ഹ്ദിനി ലിഅഹ്സനിൽ അഖ്ലാഖ് വഅഹ്സനിൽ അഅമാൽ ലാ യഹ്സനിഹാ ഇല്ലാ അൻത വഖിനി സയ്യിഅൽ അഖ്ലാഖി വൽ അഅമാലി ലാ യഖി സയ്യിഹാ ഇല്ലാ അൻത എന്ന് പറയുന്ന ഭാഗവും ചേർത്തുകൊണ്ട് നാലാമത്തെ ഒരു രൂപം കൂടി പറഞ്ഞു. ഇനി അഞ്ചാമത്തെ രൂപമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ലളിതവും സുന്ദരവുമായ ഒരു രൂപം. ഓക്കെ, ആരാ ഒന്ന് വായിക്കുക? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ആരാ ഒന്ന് വായിക്കുക? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. പിന്നെ ഇത് മൂന്നും നാലും വജ്ജഹത്തുവിന്റെ തന്നെ ഡീവിയേഷൻസോ അതിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളോ അതിൽ ആഡ് ചെയ്ത് പറയുന്നതോ അതിൽ നിന്ന് ഒഴിവാക്കി പറയുന്നതോ ഒക്കെയാണ് മൂന്നും നാലും. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അതിന്റെ പൊരുൾ രണ്ടാമത്തതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടും ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്താത്തത്. മനസ്സിലായില്ലേ? അതിൽ തന്നെ ഉൾപ്പെട്ടതാണ് മൂന്നും നാലും. ഇത് നമ്മൾ അഞ്ചാമത്തെ പ്രാരംഭ പ്രാർത്ഥനയാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണ്? ഇവിടെ വായിച്ചു, എല്ലാരും കൂടെ ഒന്ന് വായിച്ചോ. സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലല്ല അതിന് മുമ്പ് തന്നെ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, സുബ്ഹാനക് സുബ്ഹാനക്. ഈ സുബ്ഹാനക അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വാക്കാട്ടോ. നബി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടേ, വാക്കുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അവന്റെ അടിമ സുബ്ഹാനക അല്ലാഹുമ്മ എന്ന് പറയുമ്പോഴാണ് എന്ന്. സ്വഹീഹായ പരമ്പരയോടുകൂടി ആരാ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇബ്നു മന്ദ അത്തൗഹീദ് ഉദ്ധരിച്ചിട്ടുണ്ട്. നസായിയും അൽയൗം വല്ലൈല, അൽയൗമു വല്ലൈല എന്ന ഇതിൽ മൗഖൂഫായിട്ടും മർഫൂആയിട്ടും ഉദ്ധരിച്ചിട്ടുണ്ട്. മർഫൂആയി ഉദ്ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടക്കുള്ള സഹാബിനെ പറയാതെ നേരിട്ട് നബിയിലേക്ക് ചേർത്ത് പറയുന്നതിനാണ് മർഫൂആയി ഉദ്ധരിക്കുക കേട്ടോ. ഇബ്നു കസീർ തന്റെ ജാമിഉൽ മസാനീദ് ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നീട് ഇത് നസായി സിൽസിലത്തുൽ അഹാദീത്തു സ്വഹീഹി ആര് മഹാനായ പിന്നെ അൽബാനി അദ്ദേഹം സിൽസിലന്റെ സഹീഹുകൾ രചിച്ചപ്പോ അതിലും
ഈ ഹദീസ് ഇതിനെ തഖ്രീജോട് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അറബികളൊക്കെ സാധാരണയായിട്ട് അവരുടെ നമസ്കാരങ്ങളിൽ ഇത് കൂടുതലായിട്ട് പറയാറുണ്ട്. അവരുടെ സുന്നത്താണെങ്കിലും ഫർളാണെങ്കിലും ഒക്കെ അവർ കാണാം കൈയ്യട്ടി അല്ലാഹു അക്ബർ എന്നാണ് കൈയ്യട്ടി പെട്ടെന്ന് തന്നെ പ്രാരംഭ പ്രാർത്ഥന ഫാത്തിഹ സൂറത്ത് തുടങ്ങുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവരധികവും ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടത്. അതുകൊണ്ട് അത് മഹത്തരാണെന്നല്ല കേട്ടോ പറഞ്ഞത്, ലളിതമാണ്, സുന്ദരമാണ്, അടിപൊളി ഒരു പ്രാർത്ഥനയാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക, സുബ്ഹാനക്കല്ലാഹ്, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക. സുബ്ഹാനക എന്ന് പറഞ്ഞാൽ നീ പരിശുദ്ധനാണെന്നാണ്. അള്ളാഹുവെ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ സ്തുതികൾ ഞാൻ വാഴ്ത്തി പറയുകയും ചെയ്യുന്നു. വബിഹംദിക, പറഞ്ഞോളെ, തസ്ബീഹും തഹ്മീദും അല്ലെ. പിന്നെ നമ്മൾ പറയുന്നത് വതബാറക സ്മുക, നിന്റെ നാമം അനുഗ്രഹപൂർണമായിരിക്കുന്നു. തബാറക, അള്ളാഹുവിന്റെ നാമങ്ങൾ മൊത്തം. അള്ളാഹുവിന് എത്ര നാമമുണ്ട്? 99 വിശിഷ്ടമായ നാമങ്ങളാണ് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അവനെ അറിയിച്ചതും അറിയിക്കാത്ത ഒരുപാട് നാമങ്ങളും ഉണ്ട്. അപ്പോ അവന്റെ നാമം അനുഗ്രഹപൂർണമായിരിക്കുന്നു. വതആല ജദ്ദുക, ജദ് എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ്. തആല ഉയർന്നിരിക്കുന്നു, അവന്റെ മഹത്വം ഉന്നതമായിരിക്കുന്നു, ഉയർന്നിരിക്കുന്നു. വലാ ഇലാഹ ഗൈറുക, നീ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നാണ്. അതുപോലെ തന്നെ ആറാമത്തത് ഇതിന്റെ ഒരു അഡീഷനാണ്. നോക്കൂ നിങ്ങൾ, മേൽ പറഞ്ഞതിനൊപ്പം രാത്രി നമസ്കാരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 3 പ്രാവശ്യവും അല്ലാഹു അക്ബർ കബീറ എന്ന് 3 പ്രാവശ്യവും പറയുമായിരുന്നു എന്ന് 94 ഹസനായ പരമ്പരയോടുകൂടി അബൂദാവൂദും തഹാവിയും ധരിച്ചിട്ടുണ്ട്. അപ്പൊ എത്രണ്ണായി? 6 എണ്ണായി. ഇപ്പൊ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വതബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക, ഇതാണ് 5-മത്തത്. 6 ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അക്ബർ കബീറ, അല്ലാഹു അക്ബർ കബീറ, അല്ലാഹു അക്ബർ കബീറ എന്നും ഈ പ്രാർത്ഥനയുടെ കൂടെ ഏതിന്റെ? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വതബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക, ഇതിന്റെ കൂടെ നബി 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹയും 3 പ്രാവശ്യം അല്ലാഹു അക്ബർ കബീറ എന്നും പറയുമായിരുന്നു. എപ്പോ? രാത്രി നമസ്കാരങ്ങൾ. അപ്പൊ 6 രൂപമായി. ക്ലിയർ ആയല്ലോ? ഇനി 7-മത്തെ രൂപം അടുത്തത്. അതിന്റെ അർത്ഥമാണ് അള്ളാഹു നിന്നെ സ്തുതിക്കുന്നതിനോടൊപ്പം നിന്നെ വാഴ്ത്തുകയും ചെയ്യുന്നു, നിന്റെ നാമം അനുഗ്രഹീതമായിരിക്കുന്നു, നിന്റെ മഹത്വം ഉയർന്നിരിക്കുന്നു, നീ അല്ലാതെ ആരാധനക്കാരനായ മറ്റാരും. സിമ്പിളാണ്, ബട്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അവന്റെ അടിമ മനുഷ്യന്മാര് പ്രാർത്ഥിക്കുമ്പോഴാണെന്ന് റസൂലിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ കാണാനും സാധിക്കും. അപ്പോ വളരെ പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ നിസ്കാരം തുടങ്ങുക പറയുമ്പോ ഐഷ് അല്ലെ, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ഒരാളൊരു കാര്യം പറയാൻ വരുമ്പോ, ഒരാളൊരു കാര്യം അപേക്ഷിക്കാൻ വരുമ്പോ അല്ലെ, അങ്ങനെയാണ്. നമ്മളെയും പഠിച്ചവനെയും താരതമ്യം ചെയ്യല്ല കേട്ടോ, പക്ഷെ അതൊരു പൊതുവിലുള്ള കാര്യമാണ്, ഒരു മര്യാദയാണ്. ഏറ്റവും ദേഷ്യമുള്ള കാര്യം പറഞ്ഞിട്ട് തുടങ്ങിക്കഴിഞ്ഞാലോ നമ്മൾ പിന്നെ അയാളെ പരിഗണിക്കും, നമ്മൾ അയാളെ വില വെക്കും? ഇല്ല, അങ്ങനെയല്ല. നല്ല ഇഷ്ടമൊരു കാര്യമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക തആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ആരെങ്കിലും ഒന്ന് പറയോ? അതൊന്ന് വായിക്കോ? പോകാം, 7-ലേക്ക് പോവാം. ഞാൻ സാധാരണ സുന്നത്ത് നമസ്കാരത്തില് ഈ ഇതാണ് സാധാരണ പറയാറുള്ളത്. വെരി ഗുഡ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വതബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഈ സൂറത്ത് തൂറിന്റെ അവസാനത്തില് അമാനിയോയുടെ തഫ്സീറിൽ ഇത് പ്രത്യേകം പറയുന്നുണ്ട്, ഈ ഒരു ദുആ. ഏത് സൂറത്തിന്റെ? സൂറത്ത് തൂറിന്റെ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സുബ്ഹാനക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? നിന്റെ പരിശുദ്ധിയെ ഞാൻ പ്രകീർത്തിക്കുന്നു എന്നാണ്. അതായത് അവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. 92-ന്റെ ഫുട് നോട്ട് നോക്കിയേ നിങ്ങൾ. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞാല് ഒരു ന്യൂനതയില്ല അള്ളാഹുവിന്, അത് ഞാൻ എന്താ പ്രഖ്യാപിക്കുന്നു? സുബ്ഹാനക.
അള്ളാഹുവെ നീ എല്ലാ ന്യൂനതകളിൽ നിന്നും, എല്ലാ കുറവുകളിൽ നിന്നും, എല്ലാ നെഗറ്റീവ്സ് നിന്നും നീ പരിശുദ്ധനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പിന്നെയോ ബിഹംദിക, നിന്നെ സ്തുതിക്കുന്നതിൽ ഞങ്ങൾ സദാ വ്യാപൃതരാണ്, ഞങ്ങൾ എപ്പോഴും എന്നെ സ്തുതിക്കാൻ തയ്യാറാണ്. തബാറകസ്മുക, നിന്റെ നാമം അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്നു, അഥവാ നിന്റെ നാമം സ്മരിക്കുന്നതിൽ നിന്നാണ് എല്ലാ നന്മയും ഉണ്ടാകുന്നത്. ബിസ്മില്ലാ എന്ന് പറയുമ്പോഴാണ് ജീവിതത്തിലെ ഹൈർ ഉണ്ടാവുക എന്നാണ്. ബിസ്മി കൊണ്ട് തുടങ്ങിയ ഒന്നും പരാജയപ്പെടില്ല എന്നാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വതആല ജദ്ദുക, നിന്റെ മഹത്വം സർവതോന്മുഖമായിരിക്കുന്നു, സർവതോന്നതമായിരിക്കുന്നു. ശരി, ഇനി അടുത്തതിലേക്ക് പോവാം, 7ലേക്ക് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലാഹു അക്ബർ കബീറ, മറ്റേതിന്റെ കൂടെ നബി ആഡ് ചെയ്ത് 3 പ്രാവശ്യം രാത്രി നമസ്കാരങ്ങളിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ അതേ ലഫ്ള് തന്നെയാണ്. അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റത്തൻ വസീല. നമ്മൾ തക്ബീറിന്റെ ഭാഗമായിട്ട് ചൊല്ലാറുള്ള വരികളാണിത് അല്ലെ. അല്ലാഹു അക്ബർ കബീറ. ഇതിന്റെ അർത്ഥം ഒന്നും വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ സിമ്പിളാണ്. ആരെങ്കിലും ഒന്ന് വായിച്ചേ, ഞാൻ സമയം കളയുന്നില്ല, അത് വായിച്ചിട്ട്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റത്തൻ വസീല. മാഷാ അല്ലാഹ്. അല്ലാഹുവിനെ ധാരാളം കണക്കിനുള്ള സ്തുതികൾ. അതുപോലെ തന്നെ ബുക്റത്തൻ വസീല. അപ്പം വസീല എന്ന് പറയുമ്പോൾ വൈകുന്നേരവും രാവിലെ രാവിലെ മുബക്കിറ പറയും, നമ്മൾ നേരത്തെ ഇട്ടു. കാമൽ വലത് മുബക്കിറൻ, നേരത്തെ പറയും. വോയിസ് ക്ലിയർ അല്ല. എന്റെ ഫോണിൽ എന്തോ പ്രശ്നം തോന്നുന്നുണ്ടോ? ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ആക്കട്ടെ. ഹലോ ഹലോ ഹലോ, ഇപ്പോഴോ? ഇപ്പൊ കുഴപ്പമില്ല. വീഡിയോ വീഡിയോ അങ്ങ് ഒഴിവാക്കാം നമുക്ക്. ഈ ഫോൺ ഓവർ ഹീറ്റ് ആവുകയാണ്, എന്തോ അപ്ഡേഷന്റെ പ്രശ്നം തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥത്തിലേക്ക് പോവാം. കബീറ, അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ബർ എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ. കബീർ എന്ന് പറഞ്ഞാൽ വലുത്. വെരി ഗുഡ്, ഏറ്റവും വലുത് എന്നാണ്. ഇസ്മു തഫ്ലീൽ എന്നാണ് അതിന് അറബിയിൽ പറയാം. ഇസ്മു തഫ്ലീൽ. ചെറുതാക്കണീന് എന്താ പറയാ? തസ്ഗീർ എന്നാ പറയാ. ഇപ്പോ മുഹമ്മദ് എന്നുള്ളതിന് ഹമൂദ് എന്ന് പറയും. കുഞ്ഞഹമ്മദ് എന്ന് നമ്മൾ പറയില്ലേ മലയാളത്തിൽ, അതിനെയാണ് ഹമൂദ് എന്ന് പറയാം. മുഹമ്മദ് എന്നുള്ളതിന് ഹമൂദ്, കുഞ്ഞഹമ്മദ് അല്ലെ. ഫാത്തിമ എന്ന് പറയുന്നതിനെ ചുരുക്കി പറയാം എങ്ങനെ? കുഞ്ഞു ഫാത്തിമ എന്ന് പറയാൻ ഫത്തൂം എന്ന് പറയും. പറയാം തസ്ഗീർ എന്നാണ് അതിനെ പറയാം, ചെറുതാക്കുക. ഇവിടെ തഫ്ലീലാണ്, ഇസ്മു തഫ്ലീൽ എന്നാണ് പറയാം. തഫ്ലീൽ, ഫളില്, ശ്രേഷ്ഠത കൊടുക്കുക, അതിനൊന്ന് മഹത്തരവൽക്കരിച്ചുകൊണ്ട് ഒന്നുകൂടി വലുതാക്കിക്കൊണ്ട് ഒന്ന് ഉന്നതമാക്കിക്കൊണ്ട് പറയാം. അതാണ് കബീറിനെ അക്ബർ എന്ന് പറയുന്നത്. സഗീറിനെ അസ്ഗർ എന്നാ പറയാം. അങ്ങനെ ഓരോന്നിനും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അറബി ഭാഷയിൽ പ്രയോഗിക്കുകയാണ്. അപ്പൊ അള്ളാഹു അക്ബർ കബീർ, അള്ളാഹുവെ ഏറ്റവും വലിയവനായ വലിയവൻ നീയാണെന്നാണ് അതിന്റെ അർത്ഥം പറയുന്നത്. ഏറ്റവും വലിയവൻ. അതുപോലെ തന്നെ വൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. കസീറ, ധാരാളം സ്തുതികൾ അള്ളാഹുവിനാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹിന്റെ മഹത്വം നമ്മൾ പറയണ്ട. കാരണം അള്ളാഹുവിൽ ആരോപിക്കപ്പെടാവുന്ന, അള്ളാഹുവിൽ കൽപ്പിക്കപ്പെടാവുന്ന, ചിന്തിക്കാവുന്ന സകല ന്യൂനതകളെയും നമ്മുടെ മനസ്സിൽ നിന്നും, ചിന്തകളിൽ നിന്നും, വാക്കുകളിൽ നിന്നും, പ്രവൃത്തിയിൽ നിന്നും ഒക്കെ എടുത്തിങ്ങനെ പറിച്ച് മാറ്റി വെക്കുന്ന ഒരു വചനാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും എന്തൊക്കെ സുബ്ഹാനല്ലാഹ്, പക്ഷെ അതിന്റെ അർത്ഥം അത്ര വലുതാണ്. ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, ബുക്റത്തൻ വാസീല, രാവിലെയും വൈകുന്നേരം ഒക്കെ സുബ്ഹാനല്ലാഹ് അല്ലെ. ക്ലിയർ ആവുന്നില്ലല്ലോ. ഫോണിന് പ്രശ്നമാണോ അതോ സൗണ്ട് കുറവാന്ന് മാത്രമേ ഉള്ളൂ? അത് ഞാൻ മെല്ലെ പറഞ്ഞിട്ടായിരിക്കും, എടുത്തു വെക്കാം. ഇപ്പൊ ഓക്കെയാണ്, ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. അപ്പം സുബ്ഹാനല്ലാഹി ബുക്റത്തൻ വാസീല, രാവിലെയും വൈകുന്നേരവും ഒക്കെ ഞാൻ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം അല്ലെ. ഇനി അതില് അൽബാനി കൊടുത്ത ഒരു സംഭവം ഉണ്ട്. ഒരാള്
ഈ പിന്നെ സ്വഹാബിമാരിൽപ്പെട്ട ഒരാള് ഈ പ്രാർത്ഥന പ്രാരംഭ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ അത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഈ സ്വഹാബി പറയുന്നത് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു. ആകാശ കവാടങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണെന്നാ പറയുന്നത്. നമ്മള് നിസ്കാരത്തിലെ ഏറ്റവും പിന്നെ നിർബന്ധമൊന്നും അല്ലാത്ത ഒരു വളരെ ലഘുവായ, ഇപ്പം പ്രാരംഭ പ്രാർത്ഥന ഒരാൾ ചെല്ലിയില്ല എന്ന് വിചാരിച്ചിട്ട് അയാളെ നിസ്കാരം ശരിയാവാതിരിക്കും? ഒരിക്കലുമില്ല. അയാളെ നിസ്കാരം സഹീഹാണ്, അയാളെ നിസ്കാരം ശരിയാണ്. പക്ഷെ അത്ര പിന്നെ എന്താ പറയാ, ശ്രേഷ്ഠമല്ല അല്ലെങ്കിൽ മഹത്വമല്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലത്തെ ചെറിയൊരു പ്രാർത്ഥന, അതും എന്നും നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും അല്ല, വളരെ റെയറായിട്ട് സഹാബിമാരുടെ പിന്നെ ജീവിതത്തിലേക്ക്, നബിയുടെ ജീവിതത്തിൽ അപൂർവമായി സംഭവിച്ച പ്രാർത്ഥനകളെല്ലാം ഇതിൽ ക്രോഡീകരിച്ചു. അങ്ങനെ അതിൽപ്പെട്ട ഒരു പ്രാർത്ഥന ഒരു സഹാബി പ്രാർത്ഥിച്ചപ്പോഴേക്ക് നബി പറയാണ്, ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, അപ്പോ നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനമായ ഷർത്ത് എന്നും നമസ്കാരത്തിന്റെ റുക്ന് എന്നും നമസ്കാരത്തിന്റെ വാജിബ് എന്നും നമസ്കാരത്തിന്റെ സുന്നത്ത് എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ട സുജൂദ്, റുക്കൂ, ഖിയാമ്, അതുപോലെ തന്നെ ബൈന സജദതൈനി, തശഹുദ്, ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉള്ള പ്രാർത്ഥനകളുടെ മഹത്വം എന്തായിരിക്കും? അപ്പോ അന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. അപ്പൊ അതാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് അത്രയും വലിയ മഹത്തരമാകുന്നത്. അപ്രസക്തമെന്ന് തോന്നുന്ന ഒരു ചെറിയ ഇടവേളയിലെ ഏതാനും ചില വാക്കുകൾ, അതിങ്ങനെയാണ്: അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്നൊരു സഹാബി നിസ്കരിക്കുമ്പോൾ പറഞ്ഞപ്പോൾ നബി അത് കേട്ടപ്പോൾ നബിക്ക് അത്ഭുതമായി. നബി പറയാണ്, ഞാൻ അത്ഭുതപ്പെട്ടു, കാരണം ആ ഒരു വാക്കുകൾക്ക് വേണ്ടി ആകാശത്തെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. നോക്കി നിങ്ങള്, അതാണ് അതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞത്. നിസ്കാരത്തിലെ ഓരോ രംഗവും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നോക്കുങ്ങള്, പിന്നെ അടുത്തതായി ഇപ്പൊ ഏഴ് വരെ നമ്മൾ പറഞ്ഞു. എട്ടാമത്തത് എന്താ വെച്ച് കഴിഞ്ഞാല് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്നാണ്. ഇത് സ്വതന്ത്രമായി പറഞ്ഞു എന്ന് നമുക്ക് പിന്നെ ചില റിപ്പോർട്ടുകളിൽ കാണാം. പക്ഷെ ഈ വാചകത്തിന്റെ ഘടനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് പ്രാരംഭ പ്രാർത്ഥനകളിൽ മറ്റേതെങ്കിലും ചൊല്ലിയിട്ടുണ്ടാവാം. ചിലപ്പോൾ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക ആവാം, ചിലപ്പോൾ വജ്ജഹത്തു ആവാം, ചിലപ്പോൾ അല്ലാഹുമ്മ ബഅദ് ബൈനി ആവാം. അതിന്റെ കൂടെയൊക്കെ ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം. അത് ഏതിന്റെ കൂടെയാണ് പറഞ്ഞതെന്ന് ഈ ഹദീസുകളിലൊന്നും പിന്നെ പ്രകടമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ചിലപ്പോൾ കൂടെ പറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ ഒറ്റക്ക് പറഞ്ഞതായിരിക്കും. പക്ഷെ ഇതിന്റെ വാചക ഘടനയിൽ നമുക്ക് തോന്നുന്നത് അത് പിന്നെ പ്രാരംഭ പ്രാർത്ഥനയിൽ നിന്നാണ്. വഫീ ദുആഇൽ ഇസ്തിഫ്താഹ്, അവരുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ ഇത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അത് ഒറ്റക്ക് പറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ള പ്രാർത്ഥനകളുടെ നേരത്തെ പറഞ്ഞ 3 ഉണ്ടല്ലോ അതിന്റെ കൂടെ പറഞ്ഞതായിരിക്കാം. ഏതായാലും അല്ലാഹു ആലം. നമുക്ക് ഇതിപ്പം ഒറ്റക്ക് പ്രാർത്ഥിച്ചാലുള്ള പ്രാധാന്യത്തെ കുറിച്ച് തന്നെയാണ് ഇത് പറഞ്ഞത് എന്നും പറയാം. അതല്ല, മറ്റൊന്നിന്റെ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഉള്ള പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞതെന്നും പറയാം. അതിനകത്ത് നമ്മളൊരു തർക്കത്തിലേക്ക് പോകണ്ട. രണ്ടായാലും അതിന്റെ അർത്ഥവും അതിന്റെ മഹത്വവും അതിനെ നിരാകരിക്കുന്നില്ല എന്നർത്ഥം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അനുഗ്രഹവും വിശിഷ്ടവുമായ ധാരാളം സ്തുതികൾ. ത്വയ്യിബൻ മുബാറക്, ത്വയ്യിബാണ് ഇപ്പൊ അതില് നമ്മൾ നേരത്തെ പറയാത്തൊരു പദം അല്ലെ. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ല എന്നാണ് അർത്ഥം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. എങ്ങനെയുള്ള ഹംദാണ്? ഹംദൻ കസീറ. കസീറിന്റെ ഹംദിന്റെ സിഫത്താണ് കസീർ. അതായത് എങ്ങനെയുള്ള ഹംദാണ്? ധാരാളമായ ഹംദ്, അണമുറിയാത്ത ഒരു തിര, പിന്നെയും തിര എന്ന് പറഞ്ഞില്ലേ, നിലക്കാത്ത, അവസാനിക്കാത്ത, ധാരാളം. ത്വയ്യിബൻ, അതുപോലെ തന്നെ കസീറിനെ പോലെ തന്നെ ഹംദിന്റെ മറ്റൊരു സിഫത്താണ് ത്വയ്യിബ് എന്ന് പറയുന്നത്. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നല്ലതാണ്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ എന്ന് പറഞ്ഞില്ലേ റസൂല്. അള്ളാഹ് ത്വയ്യിബാണെന്നാണ്, അള്ളാന്റെ പിന്നെ വിശേഷണമാണ് ആ പറഞ്ഞത്. അപ്പൊ ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ല എന്നാണ്, ഒരു ചീത്ത കാര്യങ്ങളും കലരാത്ത. അതുപോലെ തന്നെ മുബാറക്കൻ, മുബാറക്ക് എന്ന് പറഞ്ഞാല് ബർക്കത്തുള്ള, അനുഗ്രഹവും
വിശിഷ്ടവുമായ ധാരാളം സ്തുതികൾ അള്ളാഹുവേ നിനക്കാണ് എന്നാണ്. ഈ പ്രാർത്ഥന ഒരാള് അയാളുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിനെ ആര് രക്ഷിതാവിലേക്ക് ഉയർത്തും എന്ന്, ആരാണ് അതിനെ രക്ഷിതാവിലേക്ക് ഉയർത്തുക എന്ന കാര്യത്തിൽ 12 മലക്കുകൾ ധൃതിപ്പെട്ടു വരുന്നത് ഞാൻ കണ്ടു എന്നാണ്. ചെറിയൊരു പ്രാർത്ഥന, എത്ര വാക്കുണ്ടായില്ലേ? അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. വളരെ ചുരുങ്ങിയ വാക്കുകൾ, 6 7 വാക്കുകൾ, 8 10 വാക്കുകൾ. 10 താഴെ വാക്കുകളെ കൊണ്ടുപോകാൻ 12 മലക്ക് വന്നു എന്ന് പറഞ്ഞാല് നോക്കിങ്ങള്, 12 മലക്കുകൾ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാല് അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മള് 9ാമത്തെ പ്രാർത്ഥനയിലേക്ക് പോവാണ്. 8ാമത്തെ പ്രാർത്ഥനയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ, ഇനി 9ാമത്തെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പോവാണ്. അത് കുറച്ച് ദീർഘമായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന വലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന വലക്കൽ ഹംദു അൻത റബ്ബുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന ولك الحمد أنت الحق ووعدك حق وقولك حق ولقاؤك حق والجنة حق والنار حق والساعة حق والنبيون حق ومحمد حق اللهم لك أسلمت وعليك توكلت وبك آمنت وإليك أنبت وبك خاصمت وإليك حاكمت أنت ربنا وإليك المصير فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أنت أعلم به مني وأنت المقدم وأنت المؤخر أنت إلهي لا إله إلا أنت ولا حول ولا قوة إلا بك يا سلام. എന്താ പ്രാർത്ഥന! ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മളൊരു നിസ്കാരം എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഹൃദയം അവിടുന്ന് മാറില്ല. അങ്ങനെയുള്ള മനോഹരമായ വാചകങ്ങൾ. ഈ വാചകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കണതൊക്കെ നബി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അന അഫ്സഹുൽ അറബ്, അറബികളിൽ ഏറ്റവും സാഹിത്യ സമ്പന്നനാണ് ഞാൻ. ഒരു കവിതയുടെ പ്രാസത്തിനും വെട്ടിക്കാൻ കഴിയാത്ത, ഒരു സംഗീതത്തിനും തോൽപ്പിക്കാൻ കഴിയാത്ത മനോഹരമായ വാചക ഘടനയിലാണ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അറബി അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ ഒരു ആവർത്തി വായിച്ചു പോകുമ്പോ തന്നെ അതിന്റെ സൗന്ദര്യവും അതിന്റെ ഗാംഭീര്യവും അതിന്റെ അർത്ഥ തലങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും. എന്ത് രസമാണ് വായിച്ചു നോക്കാൻ. നോക്കി നിങ്ങൾ, അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന. അല്ലാഹുവേ, നിനക്കാണ് നീയാണ് ആകാശഭൂമികളുടെ പ്രകാശം, അതിലുള്ളതിന്റെയും പ്രകാശം നീയാണ്. അതായത് നീയാണ് അവ രണ്ടിനും പ്രകാശം നൽകുന്നത്. അവ രണ്ടിലുള്ളവർ നീ മുഖേനയാണ് സന്മാർഗം പ്രാപിക്കുന്നത്. ആളുകൾക്ക് വെളിച്ചം എന്ന് പറഞ്ഞാൽ പടച്ചോനാണെന്നാണ് പറയുന്നത്. വെളിച്ചം പടച്ചോനാണ്. വെളിച്ചം കിട്ടണമെങ്കിൽ പടച്ചോന്റെ ആ നൂറ് കിട്ടണം. അതാണ് ഈ പറഞ്ഞതിനർത്ഥം. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർളി വമൻ ഫീഹി വലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർളി വമൻ ഫീഹി. ആകാശഭൂമിയും അതിലുള്ളതും അതിനെ ചൊവ്വായി നിലനിർത്തുന്നവൻ, അതിനെ സംരക്ഷകൻ, ആകാശഭൂമികളുടെ കയ്യും. ആമ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണ്. കവമ കാമ കയ്യമ എന്ന് പറഞ്ഞാൽ നിലനിർത്തി എന്നാണ്. കയ്യും എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്ന. കയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എല്ലാം ശരിയായി നിലനിർത്തുന്നവനാണ്. സംരക്ഷകൻ എന്നൊക്കെ പറയാം നമുക്ക് അർത്ഥം. അതാണ് വലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർളി വമൻ ഫീഹി. ആകാശഭൂമികളും വമൻ ഫീഹിന്ന, അതിൽ രണ്ടിലുമുള്ളതും. വലക്കൽ ഹംദു അൻത റബ്ബുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിൻ. ആകാശഭൂമികളും അതിലുള്ളതിന്റെയും റബ്ബ് നീയാണ്. ഓക്കെ, നിങ്ങൾ ഒരേ രീതിയിലുള്ള അതിൽ നൂറും കയ്യിമും റബ്ബും മാത്രം മാറുന്നു അല്ലെ? ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നൂറും കയ്യിമും റബ്ബും. കയ്യിൽ പേനുണ്ടെങ്കിൽ ആ വാക്കുകളുടെ മടിയിൽ മാത്രം വരച്ചു പോയാൽ മതി. ഇത് പഠിക്കാൻ എളുപ്പമാണ്. 1ാമത്തെ ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 ലൈൻ ഒറ്റയടിക്ക് കിട്ടി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. കണ്ടോ?
അൻത നൂറു സമാവാത്ത്, അൻത ഖയ്യിമു സമാവാത്ത്, അൻത റബ്ബു സമാവാത്ത്. ബാക്കിയൊക്കെ ഒരേപോലെയാണ്. നൂറും ഖയ്യും റബ്ബും മാത്രം മാറണുള്ളൂ. ഇപ്പൊ നമ്മൾ വിചാരിക്കും പൊട്ടച്ച റബ്ബ് ഒരു പേജ് മുഴുവൻ പ്രാർത്ഥനയാണല്ലോ, ഇതൊക്കെ ഇപ്പൊ എപ്പോ പഠിക്കാൻ? അങ്ങനെയല്ല. ഇതിങ്ങനെ പറഞ്ഞ് നമ്മുടെ നാവിന് ഇതിങ്ങനെ കിട്ടിയാണ്ടല്ലോ, പിന്നെ നമ്മൾ അതങ്ങനെ ചെല്ലും. പിന്നെ നോക്കുമ്പോൾ വലക്കൽ ഹംദു അൻതൽ ഹഖ്, പഠിച്ചോനെ നിനക്കാണ് സർവസ്തുതിയും. കാരണം എന്താ? അൻതൽ ഹഖു, നീയാണ് സത്യം. വഅദുക ഹഖുൻ, നിന്റെ വാഗ്ദാനമാണ് സത്യം. വഅദ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം, അതാണ് ഹഖ്. വഖൗലുക ഹഖ്, നിന്റെ ഖൗലാണ് ഹഖ്. വലിഖാഉക ഹഖ്, നിന്നെ ഞങ്ങൾ കണ്ടുമുട്ടും എന്നുള്ളതും സത്യം. വൽ ജന്നത്തു ഹഖുൻ വന്നാറു ഹഖുൻ വസ്സാഅത്തു ഹഖുൻ, സ്വർഗം നരകം പരലോകം. സാഅത്ത് എന്ന് പറഞ്ഞാൽ സമയം. ഏത് സമയം? അന്ത്യസമയം. വന്നബിയൂന ഹഖുൻ വമുഹമ്മദുൻ ഹഖുൻ, എല്ലാ പ്രവാചകന്മാരും സത്യമാണ്, മുഹമ്മദും സത്യമാണ്. അല്ലാഹുമ്മ ലക അസ്ലംതു വഅലൈക തവക്കൽതു വബിക ആമൻതു വഇലൈക അനബ്തു വബിക ഖസംതു. അല്ലാഹുവേ, ലക അസ്ലംതു, നിന്നിലേക്കാണ് ഞാനിതാ എന്നെ സമർപ്പിച്ചിരിക്കുന്നത്. വഅലൈക തവക്കൽതു, നിന്റെ മേലാണ് ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നത്. വബിക ആമൻതു, നിന്നിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലൈക അനബ്തു, നിന്നിലേക്കാണ് ഞാൻ ഖേദിച്ചു മടങ്ങിയിരിക്കുന്നത്. വബിക ഖസംതു, നിന്റെ സഹായം കൊണ്ടാണ് ഞാൻ ശത്രുക്കളോട് ഏറ്റുമുട്ടി ജയിച്ചിട്ടുള്ളത്. ഇലൈക ഹകംതു, നിന്നിലേക്കാണ് ഞാൻ എന്റെ വിധിയെ തേടുന്നത്. അൻത റബ്ബുനാ, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. ഫഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ. മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു. മാ ഖദ്ദംതു വമാ അഖർതു, ഞാൻ ചെയ്തു പോയതും ഞാൻ ചെയ്യാതെ ഉപേക്ഷിച്ചതും. ചെയ്തു പോയെന്ന് പറഞ്ഞാൽ തിന്മകൾ ചെയ്തത്, ചെയ്യാതെ പോയത് എന്ന് പറഞ്ഞാൽ നന്മകൾ ചെയ്യാതെ പോയത്. അതാണ് മാ ഖദ്ദംതു വമാ അഖർതു, ചെയ്തതും ചെയ്യാതെ വിട്ടതും. ഓക്കെ. അതുപോലെ തന്നെ വമാ അസ്റർതു വമാ അലൻതു, രഹസ്യമായിട്ട് കുറെ ഉണ്ട്. അതുപോലെ തന്നെ പരസ്യമായിട്ടും കുറെ സംഭവിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നെക്കാളൊക്കെ ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്തത് എന്താണ്, ചെയ്യാതെ പോയത് എന്താണ്, ഞാൻ രഹസ്യമായി ചെയ്തത് എന്താണ്, ഞാൻ പരസ്യമായി ചെയ്തത് എന്താണ്, ഇതൊക്കെ എന്നെക്കാൾ കൂടുതൽ അറിയുന്നവൻ അല്ലാഹുവേ നീയാണ്. നീയാണ് അതിനൊക്കെ ഏറ്റവും അറിയുന്നവൻ. അൻതൽ മുഖദ്ദിമു അൻതൽ മുഅഖിറു, മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും ഒക്കെ നീയാണ്. അൻത ഇലാഹി, നീയാണ് എന്റെ ആരാധ്യൻ. ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ എനിക്ക് വേറെ ഒരു ഇലാഹും ഇല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക, നീ അല്ലാതെ ആരാധനക്ക് ആരുമില്ല എന്നതുപോലെ ലാ ഹൗല, നിന്നെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല. വലാ ഖുവത, ഒരു ശക്തിയുമില്ല. ഇല്ലാ ബിക, നിന്നെ കൊണ്ടല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരങ്ങളിലാണ് ഈ ദുആ ചൊല്ലാറുണ്ടായിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. നബിയുടെ രാത്രി നമസ്കാരങ്ങളിൽ നബി ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ ഈ ദുആ ചൊല്ലിയിരുന്നു. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിൻ വലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിൻ വലക്കൽ ഹംദു അൻത റബ്ബുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിൻ ولك الحمد أنت الحق ووعدك حق وقولك حق ولقاؤك حق والجنة حق والنار حق والساعة حق والنبيون حق ومحمد حق اللهم أنت أسلمت وعليك توكلت وبك آمنت وإليك أنبت وبك خاصمت وإليك حاكمت أنت ربنا وإليك المصير فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أنت أعلم به مني أنت المقدم وأنت المؤخر أنت إلهي لا إله إلا أنت لا حول ولا قوة إلا بالله. يا سلام. എന്ത് രസമുള്ള പ്രാർത്ഥന നോക്കിയുള്ളൂ. അതിന്റെ അർത്ഥങ്ങളിലൂടെ അങ്ങനെ പോകുമ്പോ അല്ലെ, സത്യമായ പ്രാർത്ഥന. അപ്പൊ ഇത് നമ്മൾ പഠിക്കാം, മനസ്സിലായില്ല ഇൻഷാ അല്ലാഹ്. അതുപോലെ മറ്റൊരു സംഭവം കാണുന്നത് അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വമികാഈല വഇസ്രാഫീല ഫാത്തിരി സമാവാതി വൽ അർദ് ആലിമിൽ ഗൈബി വശഹാദ
أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما يختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. പത്താമതായി അല്ലാഹുവേ റബ്ബ ജിബ്രായീല വ മീകായിൽ. ജിബ്രായീൽ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ എന്നർത്ഥം. മീകായിൽ ജിബ്രീലിന്റെയും മീകാലിന്റെയും ഇസ്രായേലിന്റെയും ഇസ്രാഫീൽ എന്നാണ് കേട്ടോ, അതവിടെ അക്ഷരത്തെറ്റാണ്. ഇസ്രാഫീലിന്റെയും മീകായിലിന്റെയും ജിബ്രീലിന്റെയും റബ്ബായ അല്ലാഹുവേ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളവനെ, ആലിമിൽ ഗൈബി വശഹാദ ദൃശ്യവും അദൃശ്യവുമായ ലോകത്തിന്റെ എല്ലാം അറിയുന്നവനെ, അൻത തഹ്കുമു ബൈന ഇബാദിക നീയാണ് നിന്റെ അടിമകൾക്കിടയിൽ വിധിക്കുന്നവൻ, ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ അവർ ഭിന്നിച്ചിട്ടുള്ള കാര്യങ്ങളിൽ. ആൾക്കാർ പല അഭിപ്രായം പറയും, അതില് ഞാൻ പറയണത് ശരിയാണെന്നാണ്, നിങ്ങൾ പറയണത് ശരിയാണെന്നാണ്. എല്ലാവരും ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പരസ്പരം ആളുകൾ ഭിന്നാഭിപ്രായക്കാരാണ്. ഈ ഭിന്നാഭിപ്രായങ്ങളൊക്കെ തീരും എവിടെയെന്നറിയോ? അള്ളാന്റെ മുമ്പ് ചെല്ലുമ്പോൾ. അൻത തഹ്കും പടച്ചോൻ അവിടുന്ന് വിധിക്കും ആളുകൾക്കിടയിൽ, ഫീമാ കാനൂ ഫീഹി യഖ്തലിഫ് ആളുകൾ ഭിന്നിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കിടയിൽ അള്ളാന്റെ വിധി വരും. അങ്ങനെയുള്ള സമയം ആ ഭിന്നിപ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഹിദായത്തിലേക്ക് കൊണ്ടുവരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളുടെ കെടുതികളിൽ പെട്ടുപോകാതെ ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് സത്യത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചിട്ടുണ്ട് എങ്കിൽ, സത്യമാർഗത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചിട്ടുണ്ട്, ഭിന്നതയിലായിട്ടുണ്ട് എങ്കിൽ നീ നിന്റെ അനുമതിയോടെ എന്നെ നിർമാർഗത്തിലേക്ക് നയിക്കണേ എന്ന് പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ അത്തരം കാര്യങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ ഹിദായത്തിനെ ചോദിക്കാൻ. പിന്നെയോ ഇന്നക തഹ്ദീ മൻ തശാ നീയാണ് അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്ന ആളുകളെ ഇലാ സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന പ്രാരംഭ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എങ്ങനെയാണ്? ഒന്നുകൂടി വായിച്ചു നോക്കി. അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകാഈല വ ഇസ്രാഫീല ഫാതിരി സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم. നല്ലൊരു പ്രാർത്ഥനയാണ്. പിന്നെ 11ാമത്തെ പ്രാർത്ഥന അതേതാണ്? അവിടുന്ന് തക്ബീറും അഥവാ അല്ലാഹു അക്ബർ, തഹ്മീദും തസ്ബീഹും സുബ്ഹാനല്ലാഹ് തഹ്ലീലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്തിഗ്ഫാറും അസ്തഗ്ഫിറുല്ലാഹ് 10 പ്രാവശ്യം വീതം ചൊല്ലിയ ശേഷം താഴെ വരുന്ന പ്രാർത്ഥനയും 10 പ്രാവശ്യം ചൊല്ലാറുണ്ടായിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് ഇതായിട്ടില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം അല്ലാഹു അക്ബറും അൽഹംദുലില്ലാഹും സുബ്ഹാനല്ലാഹ് എന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ. അപ്പൊ അതൊക്കെ ദുആഉൽ ഇസ്തിഫ്താഹ് ആയിട്ട് നമുക്ക് നിർദ്ദേശിക്കാനുള്ള സ്വഹീഹായ ഒരു ഇതുണ്ട്. അതാണ് ഈ പറഞ്ഞ ഹദീസിൽ വന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ഗ്ഫിർലി വഹ്ദിനി വർസുഖ്നി വആഫിനി എന്ന് പറയുന്ന പ്രാർത്ഥന നബി 10 പ്രാവശ്യം. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനദ്ദീഖി യൗമിൽ ഹിസാബ് പരലോകത്തിന്റെ ദീഖിൽ നിന്ന്, കുടുസതയിൽ നിന്ന് പടച്ചോനെ എന്നെ കാക്കണേ എന്ന് നബി പ്രാർത്ഥിച്ചിരുന്നു. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസ്. അപ്പോ വ്യക്തമാണത് അല്ലെ? തക്ബീറും തഹ്മീദും ഒക്കെ 10 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർലി വഹ്ദിനി വർസുഖ്നി എന്ന് 10 പ്രാവശ്യം പറയാം. അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനദ്ദീഖി യൗമിൽ ഹിസാബ് എന്ന് 10 പ്രാവശ്യം പറയാം. അതാണ് 11ാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്ന ഒരു രൂപം എന്ന് പറയുന്നത്. ഇനി 12ാമതായിട്ട് നോക്കുക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ദുൽ മലകൂതി വൽ ജബറൂത്ത് വൽ കിബ്രിയാഇൽ അൾമ. ത്വയാലിസിയും ഇമാം ദാവൂദും സ്വഹീഹായ പരമ്പരയിൽ
അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അള്ളാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം പറയാം. പിന്നെ ദുൽ മലക്കൂത്തി വൽ ജബറൂത്തി വൽ കിബ്രിയാഇൽ അസ്മ. അതുപോലെ തന്നെ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ് മലക്കൂത്തുകൾ ഉള്ളവൻ. ദു എന്ന് പറഞ്ഞാൽ ഉള്ളവൻ എന്നാണ്. ദു അക്കൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ. ദു മാൽ എന്ന് പറഞ്ഞാൽ മാലുള്ളവൻ. ദു അദബ് എന്ന് പറഞ്ഞാൽ അദബുള്ളവൻ. ദുൽ മലക്കൂത്ത് എന്ന് പറഞ്ഞാല് മലക്കൂത്തുകൾ ഉള്ളവൻ എന്നാണ് അർത്ഥം. മലക്കൂത്തും ആ ദു തന്നെയാണ് ഇപ്പുറത്തേക്കും. ദുൽ ജബറൂത്ത്, ദുൽ കിബിരിയ, ദുൽ അൽമ, അങ്ങനെയാണ് കേട്ടോ. ദുൽ മലക്കൂത്ത്, ദുൽ ജബറൂത്ത്. അപ്പൊ ആ ദു എഴുതുന്നതിന് പകരമാണ് അവിടെ വാവ് വാവ് വാവിട്ട് ചെയ്തത്. ആത്തിഫിന്റെ വാവാണ്, മനസ്സിലായില്ലേ? ദുൽ മലക്കൂത്തി വൽ ജബറൂത്തി വൽ കിബിരിയായി വൽ അൽമ. അള്ളാഹു എങ്ങനെയുള്ള വലിയവനാണ്? ഇതൊക്കെ ഉള്ളവനാണ്. മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാധിപത്യം. മലിക്ക് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ്. മലിക്, മലക്ക് എന്ന് പറഞ്ഞാലും മലിക്ക് എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേ അർത്ഥമാണ്. മാലിക്, മാലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മാലിക് എന്ന് പറഞ്ഞാൽ മുതലാളി അല്ലെ, അല്ലെങ്കിൽ അധികാരി. അപ്പൊ ദുൽ മലക്കൂത്ത് അധികാരമുള്ളവൻ. വൽ ജബറൂത്ത് ഈ പിന്നെ മിൽക്ക് എന്ന് പറയും. മിൽക്ക് ഉടമസ്ഥാവകാശം. അപ്പൊ നമുക്കൊരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ഉണ്ടാവും. ഒരു വണ്ടി നമ്മളതാണ് അല്ലെ, അതിന്റെ ഉടമസ്ഥ നമ്മളാണ്. അതിനേക്കാൾ കുറച്ചും കൂടി പവറുള്ള ഇതിനാണ് ജബറൂത്ത് എന്ന് പറയാം, പരമാധികാരം എന്ന് പറയാം. മനസ്സിലായില്ലേ? പരമാധികാരം. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഭൂമി നമ്മളെ പേരിലുള്ള ഭൂമിയാണ്, നമ്മുടെ ഭൂമിയല്ല അത്. സത്യത്തിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഭൂമി അടിസ്ഥാനപരമായി സർക്കാരിന്റെ ആണെന്ന് പറയാം. ഭൂമി സർക്കാരിന്റെയാണ്. ആളുകൾക്ക് എന്തുള്ളൂ അതിൽ ഉടമസ്ഥാവകാശമുള്ളൂ. അതുകൊണ്ടാണ് നമ്മള് ഈ വികസനങ്ങളൊക്കെ വരുമ്പോ ഏത് തരം വികസനം വന്നാലും കോമ്പൻസേഷന് വേണ്ടി കോടതിയിൽ പോവാം. പക്ഷെ ഭൂമി അവസാനം സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്ന് തന്നെയാണ് വിധി ഉണ്ടാവുക. നമുക്ക് കോമ്പൻസേഷനേ കിട്ടുള്ളൂ. ആ ഭൂമിയിൽ തന്നെ എനിക്ക് താമസിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം എന്താണ്? നമുക്ക് ഈ ഭൂമിയിൽ താമസിക്കാനുള്ള അധികാരമുള്ളൂ. അതിന്റെ പരമാധികാരം ആർക്കാണ്? രാഷ്ട്രത്തിനാണ്. എന്ന് പറഞ്ഞതുപോലെ അധികാരവും പരമാധികാരവും ഉടമയായവൻ ആരാണ്? അള്ളാഹുവാണ്. അതുപോലെ തന്നെ കിബിർ, കിബിർ എന്ന് പറഞ്ഞാൽ കബീർ എന്നുള്ളതിൽ വന്നാണ് കിബിർ, പെരുമ, ഔന്നിത്യം എന്നൊക്കെ പറയും. കിബിർ മനുഷ്യന്മാർക്ക് കിബിർ പറ്റൂല, പക്ഷെ അള്ളാഹ്ക്ക് കിബിർ പറ്റും. കാരണം എന്താ? കിബിർ, അള്ളാഹു കിബിറിന് അർഹനാണ്. അള്ളാഹു മനുഷ്യന്റെ കിബിർ പോലെയല്ല അള്ളാഹിന്റെ കിബിർ എന്ന് പറഞ്ഞാല്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കില്ല. നമ്മളൊന്നും ആയിരിക്കൂല, പക്ഷെ മറ്റുള്ളവനെ നമ്മൾ എന്ത് ചെയ്യും? കളിയാക്കുകയും അവനെ വില കുറച്ച് കാണിക്കുകയും സത്യത്തെ നിരാകരിക്കുകയൊക്കെ ചെയ്യും നമ്മൾ, അല്ലെ? സത്യസന്ധമായ കാര്യമായിരിക്കും, പകൽ പോലെ തെളിഞ്ഞ കാര്യമായിരിക്കും, പക്ഷെ നമ്മളെ സമ്മതിക്കൂല, നമ്മളെ ഈഗോയെ സമ്മതിക്കൂല. അതാണ് നമ്മളെ കിബിർ. പക്ഷെ പടച്ചോന്റെ കിബിർ എന്ന് പറഞ്ഞാൽ എന്താണ്? പടച്ചോന്റെ കിബിർ എന്ന് പറഞ്ഞാല് പെരുമയാണ്. അത് കിബിരിയാ, മനസ്സിലായില്ലേ? കുബറ, കിബിരിയ എന്നൊക്കെ പറയും. കിബിരിയ എന്ന് പറഞ്ഞാല് കിബിറിന്റെ ഔന്നിത്യത്തിന്റെ ഒക്കെ ഉടമസ്ഥൻ. അതുപോലെ തന്നെ വൽ അൽമ, മഹത്വത്തിന്റെയും ഒക്കെ രാജാവും പരമാധികാരവും ഔന്നിത്യവും മഹത്വവും ഒക്കെ ഉള്ള അള്ളാഹുവാണ് അക്ബർ, ഏറ്റവും വലിയവൻ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തില്. അപ്പം 12 രീതിയിലുള്ള പ്രാരംഭ പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതുവരെയാണ് നമ്മളെ പരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്നാണ് എനിക്ക് ഓർമ്മപ്പെട്ടാൽ. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാൻ പോവാണ്. ഇനി പരീക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിനു മുമ്പ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആ 11ാമത്തെ പ്രാർത്ഥനയില്ലേ, അതിന്റെ അകത്ത് ഒരെണ്ണം സ്ക്വയർ എഴുതിയേക്കണേ, വറസുക്കിനി കഴിഞ്ഞിട്ട് വാഫിനി. അപ്പോ അത് എന്തിനെങ്കിലും പകരം ഉപയോഗിക്കണം എന്നാണോ ഉദ്ദേശിച്ചേക്കണത്? അതോ ആ അത് നമ്മള് എല്ലാ പ്രാർത്ഥനകളിലും ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റുകൾ കാണാൻ പറ്റും. തൂല് നോക്കി നിങ്ങള് വജ്ജഹത്തൂല് സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറു സമാവാതിയിലും സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ഒരു ഹദീസിൽ ഇത് ഈ രൂപത്തിൽ പൂർണ്ണമായി വന്നിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പം 4-5 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടാവും. സംഭവം ഒരേ പ്രാർത്ഥന തന്നെയായിരിക്കും.
പക്ഷെ ഈ ലഫ്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനെ അൽബാനി എന്ത് ചെയ്തിരിക്കുകയാണ്, ക്രോഡീകരിച്ച് ഒറ്റ പ്രാർത്ഥനയുടെ രൂപത്തിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വാക്ക് റിപ്പോർട്ടുകളിൽ ആ വാക്ക് കയറി വന്നിട്ടുണ്ടാവും. അല്ലാഹുമ്മ ഗ്ഫിർലി വഹ്ദിനി വർസുഖ്നി എന്ന് പറഞ്ഞ റിപ്പോർട്ടും ഉണ്ടാവും. വേറെ റിപ്പോർട്ടിൽ എന്തുണ്ടാവും, അല്ലാഹുമ്മ ഗ്ഫിർലി വഹ്ദിനി വർസുഖ്നി വആഫിനി എന്നുള്ളതുണ്ടാവും. അപ്പൊ അത് രണ്ടും രണ്ട് ഹദീസാണ് അല്ലെങ്കിൽ രണ്ട് റിപ്പോർട്ടുകളാണ് എന്ന് നമുക്ക് മനസ്സിലാവാനും അതിന്റെ സത്യസന്ധത പരമാവധി അതിന്റെ എന്താ പറയാ അതിന്റെ ആ ഒരു പിന്നെ ഹദീസുകളുടെ ഘടന ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ജസാക്കല്ലാഹു ഖൈർ. ഓക്കെ, ശരി. ശരി, നമ്മളെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പേരിനൊരു പരീക്ഷ, എന്നാൽ നമ്മൾ പഠിക്കുകയും വേണം. അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇനി പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ ഇനി ഖുർആൻ പാരായണം ഫാത്തിഹയിലേക്കാണ് പോകാനുള്ളത്. ഫാത്തിഹ മുതൽ നമുക്ക് കുറച്ച് സ്പീഡിൽ അടുത്ത ക്ലാസ് മുതൽ പോകാവുന്നതാണ്, കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ സുജൂദിലെ കോയിലെ വെച്ചിതാലിലെ തശഹൂദിലൊക്കെ പ്രാർത്ഥനകളാണ്, അത് സിമ്പിളായിട്ട് നമുക്കൊക്കെ പഠിക്കാവുന്നതാണ്. ഈ പ്രാരംഭ പ്രാർത്ഥനകളാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ അതിലുള്ള കറക്ഷൻസ് മാത്രം മതിയാവും. പിന്നെ കൈ വെക്കുമ്പോ, കൈ ഉയർത്തുമ്പോ, സുജൂദിലേക്ക് പോകുമ്പോ റുക്കുവിന്റെ അവയവങ്ങൾ, സുജൂദിന്റെ അവയവങ്ങൾ, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ മാത്രം. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിന്റെ റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പം എക്സാമിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് ടിക്ക് ഇടേണ്ട, നിങ്ങൾ വെറും കൈയോടെ വന്നാൽ മതി. വെറും കൈയോടെ വരാം. പേപ്പറും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നമ്മൾ ഇൻഷാല്ല ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവും. 3 സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്ന് തഫ്സീർ ആയിരിക്കും. 25 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. 25 മാർക്ക് തഫ്സീറിൽ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. ടിക്ക് ഇട്ടുക മാത്രം മതി. ഒരു OMR ഷീറ്റ് പോലെ ഒരു ഷീറ്റ് നിങ്ങൾക്ക് തരും. ആ ഷീറ്റിൽ ഒരു ചോദ്യ പേപ്പർ തരും. അതിൽ ചോദ്യത്തിന് 4 ഓപ്ഷൻ ഉണ്ടാവും. ABCD 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ആ 4 ഓപ്ഷൻ കയ്യിലിരിക്കുന്ന വേറൊരു ഷീറ്റ് തരും, OMR ഷീറ്റ്. OMR ഷീറ്റ് എല്ലാവർക്കും അറിയായിരിക്കും, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അതിനകത്ത് ഈ ഒന്നാമത്തെ ചോദ്യത്തിന് നേരെ ഈ ലെറ്ററുകൾ മാത്രം കൊടുത്തിട്ടുണ്ടാവും, ABCD. അപ്പൊ നിങ്ങൾ ചോദ്യം വായിക്കുക. അപ്പൊ ഉദാഹരണത്തിന് ഒന്നാമത്തെ ചോദ്യം എന്താണ്, നമ്മുടെ തഫ്സീറിൽ നിന്ന് സൂറത്തു നബഅ എത്രാമത്തെ ജുസ്ഇലാണ്? അപ്പോ ഓപ്ഷൻ A 10ാമത്തെ ജുസ്ഇൽ, ഓപ്ഷൻ B 30ാമത്തെ ജുസ്ഇൽ, ഓപ്ഷൻ C 15ാമത്തെ ജുസ്ഇൽ, ഓപ്ഷൻ D പിന്നെ 7ാമത്തെ ജുസ്ഇൽ. ഇങ്ങനെ 4 ഓപ്ഷൻ തരും, ABCD. അപ്പൊ അതില് 30ാമത്തെ ജുസ്ഇലാണ് സൂറത്തു നബഅ അമ്മയതസാഅലൂ എന്നുള്ള സൂറത്തുള്ളത് അല്ലെ? അപ്പോ ആ സൂറത്തിന്റെ ഏതിലാ വന്നത്? ബിയിലാണ് വന്നത്. അപ്പൊ നമ്മൾ നമ്മളെ കയ്യിലുള്ള OMR ഷീറ്റ് നോക്കുക. എന്നിട്ട് അതിൽ B എന്നുള്ള ലെറ്ററിന്റെ മുകളിൽ എന്ത് ചെയ്യുക, ഒരു ചെറിയ ശരി അടയാളം രേഖപ്പെടുത്താം അല്ലെ? ചോദ്യ പേപ്പറിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി അച്ചടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ 1, 2, 3 എന്ന് പറഞ്ഞ 25 ചോദ്യം ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻ ഉണ്ടാവും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലാതെ പിന്നെ നെറ്റിന്റെ സെറ്റിന്റെയും ചോദ്യം പോലെ അങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ട് പിന്നെ വീണ്ടും 1, 2, 3 അങ്ങനെ പിന്നെ തലതിരിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ടിക്കറ്റിന്റെ പണി മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഉത്തരം ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. അപ്പം അവിടെ തന്നെ വെച്ച് അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ OMR സിസ്റ്റം ആക്കിയിട്ടുള്ളത്. പിന്നെ ഒരുവിധം ഉള്ള പരീക്ഷകളൊക്കെ, ഇനി വരുന്ന പരീക്ഷകളൊക്കെ ഈ OMR സിസ്റ്റത്തിലായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്കും എളുപ്പമാണ്, നമുക്കും എളുപ്പമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിൽ വന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠങ്ങൾ നോക്കി കണ്ടുപിടിക്കാനും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുന്നതാണ്. 25 ചോദ്യം ഉണ്ടാവും. തഫ്സീർ കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് അഖീദയാണ്. കിതാബ് തൗഹീദിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 25 ചോദ്യം. അതിലും ഇതുപോലെ ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻ ഉണ്ടാവും ഒരു ചോദ്യത്തിന്. നിങ്ങളെ കയ്യിൽ കിട്ടുന്ന OMR ഷീറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഏതാണോ ചോദ്യം വായിക്കുന്നു, ഉത്തരം എഴുതുന്നു, കൊടുക്കുന്നു. മനസ്സിലായില്ലേ? ആദ്യത്തെ അരമണിക്കൂർ, 25 ചോദ്യത്തിന് അരമണിക്കൂറാണ് സമയം, 25 മാർക്കാണ്.
അരമണിക്കൂർ കൊണ്ട് അത് കഴിഞ്ഞ് ഈ പേപ്പറുകൾ തിരിച്ചു തന്നതിന് ശേഷമാണ് അടുത്ത പേജ് പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും. അതിന്റെ ഒന്നും ഇതിന് രണ്ടൊക്കെ പറ്റും. പരീക്ഷ നമ്മൾ 7 മണിക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 7 മണി മുതൽ 7:15 വരെ നമ്മൾ ഒരു കൂൾ ഓഫ് ടൈം വെച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈകുകയാണെങ്കിലും പിന്നെ നമുക്ക് പരീക്ഷയെ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിരുന്നാലും ഒരു 8 മണി വരെ വരുന്ന ആളുകൾ നമുക്ക് പരീക്ഷയ്ക്ക് കയറ്റേണ്ടി വരും. കാരണം രാവിലെ നേരത്തെ നീച്ച് കുടുംബത്തിൽ നിന്നൊക്കെ വരുന്നതല്ലേ, അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും നമുക്കറിയാം. എന്നാലും എത്തുന്ന ആളുകൾ പരമാവധി നേരത്തെ എത്താം. പിന്നെ ഒരു ചെറിയൊരു പരീക്ഷയല്ലേ, എത്തപ്പോ ടിക്കിടാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത് എന്ന് ചിന്തിക്കരുത്. നിർബന്ധമായിട്ടും ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും അതിൽ അറ്റൻഡ് ചെയ്യണം. അതല്ലാതൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് 6 മാസം നമ്മൾ കഴിയാണ്. നമ്മൾ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അൽഹംദുലില്ലാ 6 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്ലാസ് പോലും ഇതുവരെ മുടങ്ങിയിട്ടില്ല. നമ്മൾ പല ആളുകളും കാരണമൊക്കെ ക്ലാസ്സുകൾ മുടങ്ങുന്നുണ്ട്. പിന്നെ വളരെ സിമ്പിളായ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ നാട്ടിലാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ആളുകൾ ഇത് പരീക്ഷയൊക്കെ വളരെ ഇതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയൊന്നും കാണില്ല. നമ്മളത് ഒരുപാട് സമയവും പൈസയും അതുപോലെ തന്നെ സംവിധാനങ്ങളും ഇതിന്റെ പിന്നിൽ 10-15 ആളുകൾ രാവും പകലും ഇല്ലാതെ അവരുടെ ജോലി തിരക്കുകൾക്കിടയിൽ പ്രത്യേകിച്ച് പിന്നെ വലിയ പ്രതിഫലമോ കാര്യങ്ങളൊന്നും വാങ്ങാതെ പഠിച്ചവന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടും ആളുകൾക്ക് ഇതൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും ഒക്കെയാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പിന്നെ സെൻസോട് കൂടി എല്ലാ ആളുകളും ഇതിനെ എടുക്കണം എന്നാണ്. അപ്പൊ ഇന്ന്